സൈലം ലേണിംഗ് മക്കളെ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, കുറേ ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അല്ലേ, ടൈം ടേബിൾ വന്നു, ഇനി കളിച്ച് നിൽക്കേണ്ട സമയമില്ല, പഠിക്കുക. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് കളിച്ചിരിക്കാനുള്ള സമയമില്ല. ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ശരിയായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് നല്ല റിസൾട്ട് 9th കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ 10th ക്ലാസ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ടോപ്പ് ക്ലാസ്സിൽ വരാൻ പറ്റും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ലെറ്റസ് ആക്സസ്, വിലയിരുത്താം എന്ന് പറയുന്ന ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 11 വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സോ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിവൈസ് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി? രാസ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഡ്രൈ സെൽ, ഡൈനമോ, സോളാർ സെൽ അല്ലേ? 4 അല്ല 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. നമുക്ക് അറിയുന്ന കാര്യമാണ്. കണ്ണടച്ച് വരെ, ഉറക്കത്തുനിന്ന് വരെ നമ്മളോട് ഇത് ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറയും അത് ഡ്രൈ സെല്ലാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ കറണ്ട് ഫ്ലോ ഫ്രം എ സെൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു അടഞ്ഞ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾ തമ്മിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഹൈ പൊട്ടൻഷ്യൽ വേണം. അല്ല, ഹൈ പൊട്ടൻഷ്യൽ അല്ല വേണ്ടത്. ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, അവർക്ക് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. നമുക്കറിയാം സെല്ലെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ട്, അവിടെ ഒരു പോസിറ്റീവ് ഉണ്ട് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർക്കിടയിൽ ഒരു ഹൈ പൊട്ടൻഷ്യലും ഒരു ലോ പൊട്ടൻഷ്യലും ഉണ്ടാവും. അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ കൂടിയ ഒരു സ്ഥലവും പൊട്ടൻഷ്യൽ കുറഞ്ഞൊരു സ്ഥലവും ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോഴാണ് ഇലക്ട്രോൺസ് കിടന്നിട്ടങ്ങോട്ടോ ഒറ്റ ഓട്ടമായിരിക്കും. അപ്പോഴാണ് കറണ്ട് ഉണ്ടാവുക. ഈ ഇലക്ട്രോൺസ് ഓടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇലക്ട്രോൺസ് ഓടാന്ന് പറയുമ്പോൾ സംശയമുണ്ടോ? കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് അല്ലേ. അപ്പൊ ഇലക്ട്രോണിന് പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം എന്നുള്ളതാണ് കേട്ടോ. ഹൈ പൊട്ടൻഷ്യൽ, ലോ പൊട്ടൻഷ്യൽ എന്നതിലുപരി ഈ 2 ടെർമിനലുകൾ തമ്മിൽ, അതാണ് നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലുകളും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ്റെ മോനെ, എന്താ ചോദ്യം? ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ വിചാരിക്കുക, നമ്മൾ ചിലപ്പോൾ എക്സാമിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചിട്ടൊക്കെ പോകും. അപ്പോഴങ്ങനെ ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ബോധം കിട്ടു പോലെ നമ്മൾ വിചാരിക്കും, ഇനി ഞാൻ ജീവിക്കില്ല, എനിക്ക് ആവില്ല, എൻ്റെ മതി, ഞാൻ നിർത്തുന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷേ സംഭവം പറഞ്ഞത് ഭയങ്കര സിമ്പിളാണെടാ. നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രം മതി. ചോദ്യത്തിലേക്കൊന്ന് നോക്ക്. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ശരിയായ രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള സർക്യൂട്ട് ഏത്? സിമ്പിള്. നമുക്ക് ഒറ്റ കാര്യത്തിൽ അറിഞ്ഞാൽ മതി. അമ്മീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ കണക്ട് ചെയ്തേണ്ടത്? സീരീസ് ആയിട്ട്. അതായത് മറ്റ് നമ്മളുടെ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? മാലയിൽ എങ്ങനെയാ മുത്ത് കോർത്തിടുക? ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഡിവൈസിന്റെ അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് നമ്മളുടെ അമ്മീറ്റർ എന്ന് പറയുന്നത്. എന്നാൽ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? വി ആണ് വോൾട്ട് മീറ്റർ അല്ലെ. വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത സീരീസിന് ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലെ, സോറി, ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഡിവൈസിന് ഫേസ് ടു ഫേസ് അയാൾക്ക് ഇങ്ങനെ കാണണം. എന്ത് ചെയ്യുന്നേ, അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ, അതാണ് പാരലൽ ആയിട്ട് വേണം നമ്മൾ വോൾട്ട് മീറ്ററെ കണക്ട് ചെയ്യാൻ. എങ്ങനെയാണെടാ? പാരലൽ ആയിട്ട് വേണം. എങ്ങനെയാണ്? സമാന്തരമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഈ കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നോക്കുക, ഇനി ചിത്രത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് മക്കളെ? നോക്കടാ, ഇതാണ് നമ്മളുടെ ബൾബ്. ബൾബിന് സീരീസ് ആയിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത്. അങ്ങനെ പാടില്ല. വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത അയാൾക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു ഫ്രീഡം കൊടുക്കാത്ത ആളാണ് വോൾട്ട് മീറ്റർ. അയാൾക്ക് ഇങ്ങനെ കാണണം, എന്താ ചെയ്യുന്നത്, എപ്പോഴാ, എങ്ങോട്ടാന്നൊക്കെ കാണണം. അപ്പൊ ഇത് പറ്റുമോ? ഇത് പറ്റില്ല. അപ്പൊ ഇത് തെറ്റാണ്.
രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കണേ, ഇതാണ് നമ്മളുടെ ബൾബ് അല്ലെ, ബൾബാണ്. ബൾബിനെ പാരലൽ ആയിട്ട് ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? അമ്മീറ്ററിന് മറ്റുള്ളവരെ കാണാൻ യാതൊരു താല്പര്യമില്ല. അപ്പൊ അമ്മീറ്ററിന് അല്ലെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. അയാൾക്ക് എന്ത് വേണ്ട? സമാന്തര കണക്ഷൻ വേണ്ട, പാരലൽ കണക്ഷൻ വേണ്ട. അതുകൊണ്ട് ഇത് തെറ്റാണ്. നമ്മൾ പഠിച്ചു അമ്മീറ്റർ സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടും വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഇത് തെറ്റല്ലേ? അത് തെറ്റാണ്. അടുത്ത ചോദ്യം, എൻ്റെ മോനെ നോക്കടാ, ഇതാണ് നമ്മുടെ ബൾബ്. ആ ബൾബിന് സീരീസ് ആയിട്ട് അമ്മീറ്റർ, മോനെ അടിപൊളി. നോക്കടാ, വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട്, സൂപ്പർ. അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കൂ, ഇത് ബൾബ്, മോനെ ആ സീരീസ് ആയിട്ട് ആരുണ്ട്? അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ പാരലൽ. അപ്പൊ ഇതിലിപ്പോ ഏതാ കറക്റ്റ്? ഒന്നല്ലേ ശരിയാവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആകെ ടെൻഷൻ അടിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സെല്ലിന്റെ പോസിറ്റീവുമായിട്ട് വേണം അമ്മീറ്ററിന്റെ പോസിറ്റീവിനെ കണക്ട് ചെയ്യാൻ. സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കോ, എങ്ങനെയാ സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കുക? സെല്ലിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ ലൈൻ, സെല്ലിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈൻ. സോ ഇതാ നമ്മുടെ വലിയ ലൈൻ, ഇവിടെയാണ് പോസിറ്റീവ്, ഇതാണ് ഇവിടുത്തെ പോസിറ്റീവ്. നമ്മുടെ അമ്മീറ്ററിന്റെ പോസിറ്റീവും. മോനെ ഇത് കറക്റ്റാണ്. ഇവിടെ നോക്കൂ, അമ്മീറ്ററിന്റെ നെഗറ്റീവും പോസിറ്റീവാണ് കണക്ട് ചെയ്തത്. ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചിത്രമായിട്ട് വരിക. ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. സെറ്റാണല്ലോ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. ഏറ്റവും സിമ്പിൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഡ്ഡു പൊട്ടുന്ന പോലെയാണ് അല്ലെ. കാരണം എന്താ? ഇത് എന്തായാലും നമ്മൾ ശരിയാക്കും. നോക്കാം, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എഴുതാം, മലയാളമെങ്കിൽ മലയാളം മീഡിയം എഴുതാം. അല്ല, മലയാളം കൂടിയും കുട്ടികൾ ഇംഗ്ലീഷ് എഴുതണ്ട, ഇംഗ്ലീഷ് ഏത് മീഡിയം കുട്ടികൾ മലയാളം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം എന്നാ പറഞ്ഞത്. ഓക്കെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക? നമുക്കറിയാം വി ആണ് അല്ലേ, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം, അത് വി ആണ്. വി എങ്ങനെ കണ്ടുപിടിക്കുക? W/Q ആണ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം വോൾട്ട് ആണ്. സെറ്റാണല്ലോ? വോൾട്ട് ആണ്. നെക്സ്റ്റ്, കറണ്ട് I എന്ന് പറയുമ്പോൾ Q/T, I = Q/T ആണ്. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം ആംപിയർ ആണ് വരിക. എന്താ വരിക? ആംപിയർ ആണ്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് R = നമ്മൾ പഠിച്ചതാണ് V/I അല്ലെ. എന്താ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഓംസ് ലോ. അയ്യര് വെജിറ്റേറിയൻ ആണ് അല്ലെ, ആണ്. അപ്പൊ R = എന്താ വരിക? V/I. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി നമ്മളുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം അല്ലെ. ഓം എഴുതുന്ന രീതി കണ്ടോ നിങ്ങൾ? ഇതാ ഇങ്ങനെ അല്ലെ. എന്താ വെറൈറ്റി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ, മാറിപ്പോവരുത്. ഓക്കെ, സെറ്റാണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വൈദ്യുത സർക്യൂട്ടിലെ M എന്ന ബിന്ദുവിൽ നിന്ന് 5 കൂളോം, ഈ സി എന്ന് കാണുമ്പോൾ അന്തം വിടരുത്, എന്താണ്? കൂളോം, ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം, സി എന്ന് എഴുതുന്നത് കേട്ടോ. എന്ന വൈദ്യുത ചാർജ് N എന്ന ബിന്ദുവിൽ എത്തിക്കാൻ എമ്മിൽ നിന്നും എങ്ങോട്ടാ പോകുന്നടാ? എമ്മിൽ നിന്നും ഇയാൾ എന്നിലേക്ക് പോവാണ് അല്ലെ. എന്താ പോകുന്നത്? 5 കൂളം ചാർജ് ആണ് പോകുന്നത് അല്ലെ. എത്തിക്കാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണം? 50 ജൂൾ വർക്ക്. ഇതാ ഇവിടെ ഉള്ള ഈ സാധനം, ഇത്രയും ചാർജിനെ ഇവിടെ എത്തിക്കാൻ നമ്മൾ 50 ജൂള് വർക്ക് ചെയ്യണം. ഓക്കെ, ചെയ്തോ, പ്രശ്നമില്ല. പക്ഷെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള, അതായത് എമ്മും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം വി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ചാർജ് Q തന്നിട്ടുണ്ട്, 5C ആണ്. ഇനി എന്താ തന്നിരിക്കുന്നത്? വർക്ക് W നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ജൂളാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? V ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കുക. എൻ്റെ മോനെ, ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. V = W/Q. സെറ്റ് അല്ലേ? ഇപ്പൊ W എന്താ വരിക? W എന്ന് പറയുമ്പോൾ 50 / 5. എൻ്റെ മോനെ തരാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. എത്ര വരും? 10 വോൾട്ട്. സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ലേ. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബൾബുകളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിട്ടുള്ള സർക്യൂട്ടുകളെ തിരിച്ചറിയാം. ഏത് രീതിയിലാണ്? ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എൻ്റെ മോനെ അടിപൊളിയല്ലേ. എന്താ ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മാലയിൽ മുത്ത് കോർത്തിടുക എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അല്ലേ. ഇനി എന്താണ് സമാന്തരം അല്ലെങ്കിൽ പാരലൽ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ എങ്ങനെ നിർത്തിയിടുക, ഇങ്ങനെ ഒന്ന് അല്ലെ, അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇതിനെയാണ് നമ്മൾ പാരലൽ രീതിയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമുക്ക് ബൾബുകളെ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ബൾബുകളെ നോക്കൂ. ഇതാ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ശ്രേണി രീതി അല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സീരീസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ രീതി എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് അല്ലെ. അപ്പൊ ഇത് വേണ്ട, ഇത് തെറ്റാണ്.
നെക്സ്റ്റ് നോക്കണേ. യെസ്, നോക്കൂ, ഇതാ ഒരു ബൾബ് കഴിഞ്ഞിട്ട് ആ ഒരു വയറിൽ അടുത്ത ബൾബ്. എന്താ ബർക്കത്ത് അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആണ്, ശ്രേണി രീതിയാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇതും കറക്റ്റ് അല്ലേ? നോക്കൂ, ഇതാ ഒന്ന് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് അല്ലെ, അങ്ങനെ അടിപൊളി, അതും ബർക്കത്തുള്ള ഒരു സാധനമാണ്. അപ്പൊ അതും എന്താണ്, കറക്റ്റ് ആണ്. ഇനി അടുത്തത് നോക്കൂ, പാരലൽ രീതിയിലാണ്, സമാന്തര രീതിയിലാണ്. സോ അത് തെറ്റാണ്. സോ ഏതാണ് വന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ബിയും സിയുമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ബിയും സി. സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വിച്ച് ഓൺ ആക്കിയാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺ ഓൺ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇങ്ങനെ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഉണ്ട്. സോ എന്താ ചോദ്യം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ. എങ്ങനെയാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല അല്ലെ. നമ്മൾ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ സീരീസ്, നമ്മൾ മാലയിൽ മുത്ത് കോർത്തിട്ടതുപോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള കേസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചതല്ലേ അല്ലെ. ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? എങ്ങനെ കണ്ടുപിടിക്കും? R1 + R2. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എന്ത് വരും? 1+2. അപ്പൊ എന്ത് വരും? 1+2 എന്ന് പറഞ്ഞാല് 3 ഓം ആണ് അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് വരും. 3 ഓം. നെക്സ്റ്റ്, വാട്ട് ഈസ് എ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അത് സിമ്പിൾ ആണ്. കാരണം നമുക്ക് ഇവിടെയുള്ള റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് 3 ഓം ആണ് അല്ലെ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 3 ഓം ആണ്. അപ്പൊ ചില കുട്ടികൾ വിചാരിക്കും, എന്തിനാ അപ്പൊ അങ്ങനെ പോകുന്നത്? ഇവിടെ ഓൾറെഡി ഒരു 1 ഓമും 2 ഓമും ഉണ്ട് നോക്കുക അല്ലെ. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ആണ്. കറണ്ടിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും SI പവിത്രൻ എന്നല്ലേ. നമ്മൾ അങ്ങനെയാണ് കോഡ് പഠിപ്പിച്ചത്. SI പവിത്രൻ, അതായത് സീരീസിൽ I കോൺസ്റ്റന്റ് ആണ്. ഏതാണ്? ശ്രേണി രീതിയിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. പാരലൽ സമാന്തര രീതിയിൽ വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് അല്ലെ. അതായത് ശ്രേണി രീതിയിലെ കറണ്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ശ്രേണി രീതിയല്ലേ. ശ്രേണി രീതി ആയതുകൊണ്ട് തന്നെ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും ഇതിലൂടെയും പാസ് ചെയ്യുന്നത്. സെറ്റാണല്ലോ. സോ നമ്മൾ ഒരൊറ്റ കറണ്ടിനെ കണ്ടെത്തിയാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഓംസ് ലോയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? I ഒരു വെജിറ്റേറിയൻ ആണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? I ആണ്. സോ I is equal to V/R. V എന്ന് പറയുമ്പോൾ വല്ല സംശയം ഉണ്ടോ? ഇല്ല. കാരണം നമുക്ക് ഇവിടെ V തന്നിട്ടുണ്ട്. എത്രയാണ്? 6 വോൾട്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6 / R എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിന് എടുക്കാൻ നമുക്ക് അത് 3 ആണ്. സോ 6/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ ആണ് അവിടെയുള്ള കറണ്ട് ആയിട്ട് വരിക. ആംപിയർ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? റെഡി. ഓക്കെ, നമുക്ക് അത് കിട്ടി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ? 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയാം, എൻ്റെ മോനെ ഇതാണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ട്, അതാ കറന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പഠിച്ചത് എന്താണ്? SI പവിത്രൻ. സീരീസിൽ I മാത്രമാണ് കോൺസ്റ്റന്റ്. സീരീസിലാണ് കണക്ട് ചെയ്തതെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് പോവാണ് ചെയ്യുക. അപ്പൊ 6 വോൾട്ട് എന്ന് എഴുതാൻ പാടില്ല. 6 വോൾട്ട് എവിടെയാണ് നമ്മൾ എഴുതി കൊടുക്കുക? ഇവർ രണ്ടും പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 6 വോൾട്ട് എന്ന് എഴുതാമായിരുന്നു. ഇവിടെ സീരീസിലായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എഴുതാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം ഗൈസ്. ഏതിനോട് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. നമുക്ക് എങ്ങനെ വോൾട്ടേജ് കണ്ടുപിടിക്കാം? നമ്മൾ ഇക്വേഷൻ ആണ് I ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പോൾ 2 ഓമിലുള്ള അല്ലെ. അപ്പൊ നമുക്ക് 2 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിലൂടെയുള്ള കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, 2 ആംപിയർ ആണ്. സോ 2 ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 വോൾട്ട് ആണ് നമ്മളുടെ 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ? 1 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസിലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസിലാണെങ്കിൽ I എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കും. വോൾട്ടേജ് മാത്രമാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ 1 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എത്രയാണെന്നുള്ളത്.
മക്കളെ നമ്മൾ പഠിച്ചു അല്ലെ, ഇവിടെയുള്ള കറണ്ട് ഒക്കെ സെയിം ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതുമാണ്. എത്രയാ മക്കളെ നമ്മൾ കണ്ടുപിടിച്ചത്? 2 ആംപിയർ ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്. പിന്നെ പ്രശ്നമുണ്ടോ? ഇല്ല. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു പ്രയാസമില്ല. അപ്പോൾ 2 ആംപിയർ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സെറ്റാണല്ലോ? റെഡി. അപ്പൊ ഇത് മറന്നു പോകരുത് കേട്ടോ. SI പവിത്രൻ എന്ന് പറഞ്ഞാൽ സീരീസിൽ I കോൺസ്റ്റന്റ് ആണ്, പാരലൽ രീതിയിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് 8ാമത്തെ ചോദ്യമാണ് അല്ലെ. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഫാനും അതിന്റെ റെഗുലേറ്ററും. വാട്ട് ഈസ് റെഗുലേറ്റർ? നമ്മളിങ്ങനെ അങ്ങനെ കറക്കും അല്ലെ. നമ്മൾ 5ലാണ് എപ്പോഴും ഫാൻ ഇടാം അല്ലെ, 4ലിടാം, 3ലിടാം ഒക്കെ ഇടാം, അങ്ങനെ തിരിക്കാൻ പറ്റും. അതാണ് റെഗുലേറ്റർ. ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ അത് ശ്രേണി രീതിയിൽ, സീരീസിലാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് അടിപൊളി ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ കപ്പാസിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ടുകളിൽ 10 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കാണിക്കുന്ന വോൾട്ട് മീറ്റർ ഏതല്ല? വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയാണ് വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ അല്ലെ. ഇതാണ് വോൾട്ട് മീറ്ററിന്റെ സിമ്പല്. അപ്പൊ ചോദിച്ചിരിക്കുന്നതിൽ ഏതിലേക്കാണ് 10 വോൾട്ടേജ് കാണിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. മക്കളെ ശ്രദ്ധിക്കണേ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വോൾട്ടേജ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നു, വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കിക്കേ. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പാരലൽ ആയിട്ടാണ് അല്ലെ, പാരലൽ ആയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് എവിടെയാ വോൾട്ട് മീറ്റർ ഉള്ളത്? ഇവിടെയാണ് നമ്മുടെ വോൾട്ട് മീറ്റർ വെച്ചിട്ടുള്ളത് അല്ലെ. ഒരാൾക്ക് മാത്രമേ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം. ഇവിടെ 10 വോൾട്ടേജ് ആണുള്ളത് അല്ലെ. മൊത്തം വോൾട്ടേജ് എത്രയാണ്? 10 ആണ് നമ്മൾ കൊടുക്കുന്നത്. മൊത്തം വോൾട്ടേജ് 10 ആണ്. ഓക്കെ, ഈ 10 വോൾട്ടേജ് ആർക്കാ കൊടുക്കുന്നത്? സീരീസിലുള്ള 2 ആൾക്കാർക്കാണ് അല്ലെ. സീരീസിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സീരീസിൽ നമുക്കറിയാം വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുക. പാരലൽ ആണെങ്കിൽ സെയിം ആയിരിക്കും. സീരീസിൽ SI പവിത്രൻ, SI സീരീസിൽ I ആണ് കോൺസ്റ്റന്റ്, പക്ഷെ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യും. വോൾട്ടേജ് ഡിഫറെന്റ് ആണ്, നമ്മൾ പഠിച്ചതാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കണേ, ഇത് രണ്ടും സീരീസിലായത് കൊണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 10 ആണ് അല്ലെ. 10 വോൾട്ടേജ് രണ്ടും സെയിം റെസിസ്റ്റർ ആണല്ലോ അല്ലെ. റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണ്. സോ ഒരുപോലെ സ്പ്ലിറ്റ് ചെയ്യും. ഇയാൾക്ക് 5 കൊടുക്കും, ഇയാൾക്ക് എന്ത് ചെയ്യും? 5 കൊടുക്കും. അപ്പൊ 5 5 10. അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ? എന്ത് വരും? ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര കാട്ടുക? 5 വോൾട്ടാണ് ഇതിൽ കാണിക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 ആണ്. അപ്പൊ ഇത് തെറ്റാണ്. നെക്സ്റ്റിലേക്ക് പോകാം. ഇവിടെ നോക്കണേ, ഇവിടെ മൊത്തം 10 വോൾട്ട് ഉണ്ട് അല്ലെ. സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇയാൾക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇയാൾക്ക് എത്ര കിട്ടും? 5 വോൾട്ട്. അപ്പൊ 2 പേർക്കും 5 വോൾട്ട് കൊടുക്കും. പക്ഷെ ഇവിടെ വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകതയുണ്ട്. ഇത് 2 പേർക്കും കൂടിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കാണിക്കുന്നത് രണ്ടിലും കൂടെയുള്ള സമ്മിന്റെ വോൾട്ടേജ് ആയിരിക്കും കാണിക്കുക. 2ലും കൂടെയുള്ള വോൾട്ടേജ് ആണ് കാണിക്കുക. സോ 5 + 5 ദാറ്റ് ഈസ് എന്ത് കിട്ടും? 10 വോൾട്ട്. അപ്പൊ ഇത് കറക്റ്റ് ആണ് വരും. സെറ്റാണല്ലോ? റെഡി. നെക്സ്റ്റിലേക്ക് പോകാം. ഇവിടെ എന്താ അവസ്ഥ? 20 വോൾട്ട് ഉണ്ട് അല്ലെ. 20 വോൾട്ട് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 2 പേർക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇവർക്ക് 10ഉം ഇവർക്ക് 10ഉം. അപ്പൊ നമ്മൾ നോക്കണേ, വോൾട്ട് മീറ്റർ 2 പേർക്കും കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 10 + 10 എന്ന് വരും. അതായത് ഇവിടെ 20 വോൾട്ട് എന്ന് കിട്ടും. നമുക്ക് 10 വോൾട്ട് അല്ലേ വേണ്ടത്. അപ്പൊ ഇതെന്താ വരിക? ഇതെന്ത് വരും? തെറ്റായിട്ട് വരും അല്ലെ. അപ്പൊ ഇതെന്ത് വരും? തെറ്റായിട്ട് വരും. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് നോക്കണേ. അടുത്തത് ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ. നോക്കൂ, 20 വോൾട്ട് ആണ് മൊത്തം വോൾട്ടേജ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇയാൾക്ക് 10 വോൾട്ട്, ഇയാൾക്ക് എത്ര വരും? 10 വോൾട്ട് ആയിട്ട് വരും. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും ഗൈസ്? 10 വോൾട്ട് ആയിരിക്കും. സോ നമുക്ക് അത് കിട്ടി. സിമ്പിൾ ആണല്ലോ. സോ നമുക്ക് ഏതിലേക്കേ വരിക? ബിയിലും അതുപോലെ തന്നെ ഡിയിലുമാണ് നമുക്ക് 10 വോൾട്ടേജ് കാണിക്കുക. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ടഫായിട്ട് വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോധം കിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ തന്നെ ആൻസർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്. ഓക്കെ, 50 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം.
സെറ്റാണല്ലോ, റെഡി. ഇനി അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്താ കൊടുക്കുക? R നമുക്ക് 5 ഓം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യമാണ്. അതിന് നമ്മൾ വലിച്ചു നീട്ടിയിട്ട് നീളം ഇരട്ടിയാക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ നീളം ഇരട്ടിയാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ നീളം ഞാൻ എന്ത് ചെയ്യാണ്? വലിച്ച് നീളം ഇരട്ടിയാക്കുന്നു. നീളം ഇരട്ടിയാക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം നമ്മളൊരു ഒരു റബ്ബറിൻ്റെ വയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ നീളം വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ തടി കുറയൂലേ? അതിൻ്റെ വിഡ്ത്ത് ഏരിയ കുറയൂലേ? കുറയും. അക്കാര്യം എല്ലാവരും മനസ്സിലും വേണം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ച വയർ എന്തായി? ഞാൻ വലിച്ചു നീട്ടി നീളം കൂട്ടിയപ്പോൾ എന്തായി? അതിൻ്റെ വിഡ്ത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇരട്ടിയാക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്താകും? അതിൻ്റെ തടി പകുതിയായിട്ട് കുറയും അല്ലെ? നീളം ഇരട്ടിയാകുമ്പോൾ അത് കുറഞ്ഞ് മെലിഞ്ഞ് എന്താകും? അതിങ്ങോട്ട് അല്ലെ ചെറിയതാവും. അതിൻ്റെ ഏരിയ പകുതിയാകും. അക്കാര്യം എല്ലാവരും മനസ്സിലും വേണം കേട്ടോ. അപ്പം നോക്കാം നമുക്ക്. അതിൻ്റെ ഛേദതല പരപ്പളവിന്, അതായത് വണ്ണത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? മക്കളെ, നീളം നമ്മൾ ഇരട്ടിയാക്കുമ്പോൾ വണ്ണം എന്താവുക? പകുതിയായി കുറയും, പകുതിയാകും. ഒരാളെ ഇരട്ടിയാകുമ്പോൾ മറ്റേ ആളെ പകുതിയാകും. അതൊരു റൂളാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പകുതിയാകും എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ? അതായത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു വയർ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു വണ്ണമുള്ള ഒരു തടിയുള്ള ഒരു വയർ. അതിൻ്റെ നീളം 50 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എനിക്കെന്താണ്? ഒരു പണിയില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിക്കണം ഒരു പണിയില്ല, നോമ്പാണ്, ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് ആ വയറിൻ്റെ അടുത്തിട്ട് വലിച്ചങ്ങോട്ട് നീട്ടാണ്. വലിച്ച് നീട്ടാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നീളം കൂടും, അതേസമയം തടി കുറയും അല്ലേ? അപ്പം അതിൻ്റെ നീളം എത്ര ആവും? 100 സെൻറ്റിമീറ്റർ ആവും. അതിൻ്റെ തടി എന്താവും? കുറയും. അപ്പോൾ നീളത്തിലും മാറ്റം വന്നു, അതുപോലെ തന്നെ ഏരിയയിലും മാറ്റം വന്നു. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് മാറൂലേ? മാറും. കാരണം നമ്മൾ പഠിച്ചതാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് LANT എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ലാൻഡിൽ LA പറഞ്ഞാൽ ലെങ്ത്, A പറഞ്ഞാൽ ഏരിയ അല്ലെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഛേദതല പരപ്പളവ്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവം. നെക്സ്റ്റ്, ടെമ്പറേച്ചർ അല്ലെ? താപനിലയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിവിടെ ആ വയറിന്റെ ലെങ്ത്തിലെ മാറ്റം വരുത്തി, ഏരിയയിലും മാറ്റം വരുത്തി. അങ്ങനെയാണെങ്കിൽ വലിച്ചു നീട്ടിയിട്ടുള്ള ഇപ്പോഴത്തെ വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. മോനെ ആകെ സീനാവും അല്ലേ? ഒരു ടെൻഷനും വേണ്ട, നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ. ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ വയർ ഇതാ, തടിയുള്ള നല്ല വണ്ണമുള്ള വയർ ഇതാ. 50 സെൻറ്റിമീറ്റർ മാത്രമുള്ള വയറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R = 5 ഓം ആണ് അല്ലേ? ഇനി നമ്മൾ ഒരു ചേഞ്ച് വരുത്താണ് ഈ വയറിൽ. എന്ത് ചേഞ്ചാണ് മക്കളെ നമ്മൾ വരുത്തുന്നത്? നമ്മൾ അതിനെ വലിച്ചങ്ങോട്ട് നീട്ട്, ഒരു തൊയ്ര അതിന് കൊടുക്കുന്നില്ല, അതിനങ്ങോട്ട് ഇടങ്ങാറാക്കുക, മാനസികമായിട്ട് അതിനെ എന്ത് ചെയ്യാണ്? ബുദ്ധിമുട്ടിക്കുക. അപ്പം അതിന് നീളം കൂട്ടുന്നു. അപ്പം അതിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? നമുക്കറിയാം, അതിൻ്റെ വണ്ണം കുറയും അല്ലേ? ചേഞ്ച് വരുത്തുന്നത് മക്കളെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ചേഞ്ച് എന്താ വരുത്തുന്നത്? നീളം ഞാൻ എന്താക്കാണ്? ഡബിൾ ആക്കുന്നു, ഇരട്ടിയാക്കുന്നു. ഡബിൾ അല്ലെ? ഇരട്ടിയാക്കുന്നു. ആൻഡ് വണ്ണം അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ എന്താക്കുന്നു? പകുതി, ഹാഫ് ആക്കാണ് അല്ലെ? അപ്പൊ അങ്ങനെ സംഭവിക്കുന്നു. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇനി നിങ്ങൾ റെസിസ്റ്റൻസും ഏരിയയും ലെങ്ത് ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അതാണ് R = ρ × L/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണത്. ഓർമ്മിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വലിച്ചു നീട്ടിയിട്ടുള്ള ഈ ഒരു വയറിന്റെ പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ Rnew അല്ലെ? Rnew എത്ര? ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ 5 ഓം എന്ന് പറയുന്നത് അല്ലെ? Rnew കണ്ടുപിടിക്കണം. റോ എന്ന് പറയുമ്പോൾ വലിച്ചു നീട്ടുമ്പോൾ ഒരിക്കലും ആ വയറിന്റെ റോ മാറുന്നില്ല. റോ സെയിം ആണ്. കാരണം നമ്മൾ ആ മെറ്റീരിയൽ മാറ്റാത്തതുകൊണ്ട് റോ സെയിം ആയിരിക്കും. റോ ഇൻറ്റു ലെങ്ത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഉണ്ട്. ലെങ്ത്തിൽ എന്ത് മാറ്റം വരുത്തുന്നത്? ലെങ്ത്ത് ഡബിൾ ആക്കുന്നു, 2L ആക്കുന്നു. ഏരിയയിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഉണ്ട്. ഏരിയ എന്താവാണ്? ഹാഫ് ആണ്. സോ A/2. സെറ്റാണല്ലോ? A/2. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? റോ ഇൻറ്റു ഇവിടെ /2 എന്നുള്ളത് മുകളിലേക്ക് പോകും, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പോൾ 2L അല്ലെ ഇൻറ്റു
2/a എന്ന് വരും. അറിയാലോ, ഈ 2 മുകളിലോട്ട് പോകും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ബൈ എന്ന് വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ആൾ മുകളിലേക്ക് പോകും. ഇതൊക്കെ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ മടിയൊന്നും വിചാരിക്കണ്ട. നമുക്ക് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അതൊന്നും പറഞ്ഞു തരാൻ അവിടെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ടോപ്പിക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എടുത്തിട്ട് പോകും. അപ്പോൾ എല്ലാ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം 10ാം ക്ലാസ്സിലേക്ക് പോകാൻ. സോ ഇതെന്ത് വരും? ഇതെന്താ വരിക? ചെയ്ത് നോക്കാം നമുക്ക്. 2 × 2 ഉണ്ട് അല്ലേ? അപ്പം 4 × റോ × L/A എന്ന് വരും. സെറ്റാണല്ലോ മക്കൾ. നോക്കിയേ, ഈ റോ × L/A അതല്ലേ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഓം ആണ് അല്ലേ? റോ × L/A എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഇവിടെ റോ × L/A നമുക്കുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ പകരം ഞാൻ 5 നിർത്താൽ പോരെ. 4 × റോ × L/Aക്ക് പകരം 5. 4 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഓം ആണ് നമ്മളുടെ ഈ വലിച്ചു നീട്ടിയിട്ടുള്ള ആ വയറിന്റെ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ്? 20 ഓം. നമുക്ക് എവിടുന്നാ അത് കിട്ടിയത്? ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. കാരണം ഇതിന്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 5 ഓം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അതേ സാധനം ഇവിടെ കിട്ടുന്നു. ഇതിന് പകരം നമ്മൾ 5 എന്ന് കൊടുക്കുക, കൂട്ടത്തിൽ 4 ഉണ്ട്, 4 കൊണ്ട് ഗുണിച്ചു, സംഭവം കിട്ടി. സിമ്പിൾ. എൻ്റെ മോൻ അടിപൊളി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, ഓംസ് ലോയെ സംബന്ധിക്കുന്ന ഗ്രാഫ് ഏതാന്നുള്ളത്. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്ന നിയമമാണ് ഓംസ് ലോ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനനുസരിച്ച് അല്ലെ കൂടും കുറയൊക്കെ ചെയ്യും അല്ലെ? അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നതാണ്. അതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലുള്ള ആൾക്കാരാണ് വിയും ഐയും ആറും അല്ലെ? അറിയുന്ന കാര്യമാണ് അല്ലെ? ഇതിന്റെ ലോ എന്താ നമുക്കറിയാം. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ളതാണ് അല്ലെ? ഇതുപോലെയുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ഇതുപോലെയുള്ള കോൺസ്റ്റൻസിന്റെ ഗ്രാഫുകൾ എന്ന് പറഞ്ഞപ്പോഴും ഇതുപോലെ ആയിരിക്കും ഷേപ്പ്. ഇങ്ങനെയായിരിക്കും ഷേപ്പ്. അതാണ് ഒരാൾ കൂടും മറ്റാൾ കൂടുക. അതാണ് ഇങ്ങനെ കൂടി പോകുന്നത് കേട്ടോ. ഒരാൾ കൂടും മറ്റാൾ കുറയുമ്പോൾ അത് അങ്ങനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. കുറയും മറ്റാൾ കുറയും, കൂടുമ്പോൾ കൂടും കുറയുമ്പോൾ കുറയും. ഓക്കെ, അതാണ് ഈ സംഭവം കേട്ടോ. ഇങ്ങനെയുള്ള ഗ്രാഫാണ് ഇതിന്റെ ഷേപ്പ് വരിക എന്നും കൂടെ മനസ്സിലാക്കുക. അതിന് ഇവരുടെ ആൾക്കാരെന്താണ്? വിയും ഐയും. എപ്പോഴും ശ്രദ്ധിക്കണം, ഐ എക്സ് ആക്സിസിൽ വരണം, വി എവിടെ വരണം? വൈ ആക്സിസിൽ വരണം. ഇതാണ് ശരിക്കും ഓംസ് ലോന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സെയിം ഗ്രാഫ് ഇവിടെ ഉണ്ടോ ഗൈസ്? ഉണ്ട്, നോക്കടാ. സിയില് സെയിം ഗ്രാഫ് നമുക്കുണ്ട് അല്ലേ? സോ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെറ്റസ് ആക്സിസ് വിലയിരുത്താം ചോദ്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒറ്റ കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്സ് ഒന്നും അറിയില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ നിഞ്ച ബാച്ചിലെ കുട്ടികളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടും, അല്ല പുറത്തത്തെ കുട്ടികൾ അല്ലാതെ എക്സ്ട്രാ കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഒരു റെഡ് ഹാർട്ടും കൂടെ, നിഞ്ച ബാച്ച് റെഡ് ഹാർട്ടും, പുറത്തുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ടും ഇടാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഒരു ഡിവൈസ് കാണുന്നുണ്ട് അല്ലേ? ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഹാർട്ടിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.